വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പിക്കിളാണ്. നിങ്ങൾ ഒരുപാട് പിക്കിൾസിൻ്റെ റെസിപ്പീസ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്യാബേജ് വാങ്ങിച്ചിട്ടുണ്ട്, ക്യാബേജ് കുറച്ച് ബാക്കി വന്നു, അപ്പോൾ പിക്കിളാക്കി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്യാബേജ് തോരൻ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പി ആണ്. അതുപോലെ തന്നെ ക്യാബേജിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. പിന്നെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് കൂടുതൽ ദിവസം പുറത്തൊന്നും വെക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് അധികം ദിവസം പുറത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും, അതുപോലെ തന്നെ വിനീഗറിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇതൊരു ദിവസം പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉള്ളിൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി, കാരണം ക്യാബേജ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാബേജ് പിക്കിൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാമിൻ്റെ ക്യാബേജാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ പീസാണ്. ഇത് നമുക്ക് ആദ്യം തന്നെ നീളത്തിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര ചെറുതാക്കണോ അല്ലെങ്കിൽ എത്ര വലുതാക്കണോ ആ വലിപ്പത്തിൽ, അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഞാൻ നീളത്തിലാണ് അരിയുന്നത് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് മുറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള കട്ടി ഭാഗമില്ലേ, വൈറ്റ് കളറിലുള്ള കട്ടി ഭാഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കണം കേട്ടോ. അത് വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുക്കുക. തോരൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ ലീഫ് എടുത്തതിന് ശേഷം അങ്ങ് നീളത്തിലങ്ങ് അരിഞ്ഞ് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം, അത് ഓരോരുത്തരുടെ ചോയ്സ്. ഞാൻ പിന്നെ മൊത്തത്തിൽ അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇതാ ഇപ്പം ഞാനിവിടെ ക്യാബേജ് മൊത്തത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. നമ്മുടെ കടായിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അതായത് സൺഫ്ലവർ ഓയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിൻ്റെ അളവൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അതേസമയം പുറത്തൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓയിൽ വേണം, എന്നാലേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവാതിരിക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. അതുകൊണ്ട് നമുക്ക് 2 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം കേട്ടോ, തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം എപ്പോഴും, അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ്. 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ, മൊത്തത്തിലുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നമുക്ക് വഴറ്റാം. ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജ് കുക്ക് ചെയ്യണം ഇതിലിട്ടിട്ട്. അപ്പോൾ ഇത് ഓവറായി കുക്ക് ആവേണ്ട, കാരണം ക്യാബേജ് ഇടുമ്പോൾ വീണ്ടും ഇത് കുക്ക് ആവേണ്ടതാണ്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയാൽ മാത്രം മതി. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പിക്കിളാണ്. അതിൻ്റെ ഗുണം അതാണ്. നമുക്കിപ്പോൾ ക്യാബേജൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് ചിലപ്പോൾ ഒരു പീസൊക്കെ ചിലപ്പോൾ ബാക്കി വരും, അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തോരൻ വെക്കാൻ തികയൂല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് അത് കളയണ്ട. ഇതുപോലെ ഒരു 2 നേരത്തിനുള്ള പിക്കിളൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും. പിക്കിളിൻ്റെ വീക്ക്നെസ് ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പിക്കിളൊന്നും അധികം കഴിക്കാൻ പാടില്ല, അതാണ് അതിൻ്റെ സത്യം. ഞാൻ ഡിൻഡിഗലിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ ഞാൻ വരാറില്ല, വളരെ പൂറായിരുന്നു. അപ്പോൾ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും തൈരും പിക്കിളെന്തെങ്കിലും അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടുണ്ടാവും, അതായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്കിൾ ഓവറായി കഴിച്ചിട്ട് സമയത്തിന് ഭക്ഷണമില്ല, മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ മൊത്തത്തിൽ പിക്കിൾ തന്നെയായിരുന്നു. അങ്ങനെ അൾസറൊക്കെ വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം ഡോക്ടർ വാങ്ങി തന്നു അധികം പിക്കിളൊന്നും കഴിക്കാൻ പാടില്ല എന്ന്. അതിനുശേഷം ഞാൻ അതിൻ്റെ അളവൊക്കെ കുറച്ച്, ഇപ്പോൾ പിന്നെ വല്ലപ്പോഴും മാത്രം. അപ്പോൾ നിങ്ങളും പിക്കിൾ ഒരുപാട് കഴിക്കണ്ട, കുറച്ച് വല്ലപ്പോഴൊക്കെ എടുത്ത് കഴിക്കുക. എനിക്കറിയാം കുറേ പേരെ പിക്കിള് ഭയങ്കര പിക്കിള് മാത്രം തിന്നുന്ന ആൾക്കാർ എനിക്കറിയാം. അവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ, നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കണേ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി, അതാണ് സേഫ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇടുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ വളരെ കുറച്ചുള്ളൂ നമുക്ക് ക്യാബേജ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് എരിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ
നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, പച്ചമുളകിന്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. പിന്നെ അല്പം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 നുള്ള് ഉലുവയുടെ പൊടി, 1 നുള്ള് കായത്തിന്റെ പൊടി. അത്ര മതി, ഒരുപാടൊന്നും കൂടാൻ പാടില്ല, കാരണം ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ ഒരുപാട് കായത്തിന്റെ പൊടി ഉലുവയുടെ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കനപ്രസം വരും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. തീ ഓൺ ചെയ്ത് കൊടുക്കുക, ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം ഈ പൊടികളുടെ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗറും ഉപ്പും ചേർത്ത് കൊടുക്കാം. വിനീഗർ പിന്നെ വേണ്ടി വരും നമുക്ക്. ഇപ്പൊ തൽക്കാലം കുറച്ചിട്ട് വിനീഗർ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, ബാക്കിയുള്ള വിനീഗർ ഒഴിച്ചു കൊടുക്കണം, കുറച്ചും ഉപ്പിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെയാ, നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ? കാരണം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാബേജിൽ ഒരുപാട് വെള്ളമുണ്ട് ക്യാബേജിന്റെ ഉള്ളിൽ. ക്യാബേജിന്റെ വെള്ളത്തിൽ കിടന്ന് തന്നെ ക്യാബേജ് വേവുമ്പോൾ, ഈ മസാലയിൽ കൂടെ കിടന്ന് വേവുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് വരും. ഇതിന് ശേഷം നമുക്ക് നന്നായി വെന്തതിന് ശേഷം എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം കേട്ടോ. കുറച്ചും കൂടെ വേവാനുണ്ട്. പകുതി വേവേ ആയിട്ടുള്ളൂ. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. 3/4 ഭാഗം വെന്തിട്ടുണ്ട് ക്യാബേജ്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് 240 ml ഗ്ലാസ്സിൽ 1 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. ചാറ് വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, പക്ഷെ ഇച്ചിരി ചാറ് വേണം, എന്നാലാണ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വറ്റിക്കോളും, ഡ്രൈ ആയിക്കോളും. പക്ഷെ ഇതിലോട്ടൊക്കെ നന്നായിട്ട് ക്യാബേജിലോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റൂ, അതല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കണം. അതിനുശേഷം എത്ര ഉപ്പ് വേണം, എത്ര വിനീഗർ വേണം എന്ന് നമുക്ക് തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഇതിൽ വിനീഗർ കുറവാണ്. നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രമല്ലേ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. 1 2 3. ആ വിനീഗറിന്റെ അളവ് നിങ്ങൾ തീരുമാനിക്കണം, കാരണം ഓരോരുത്തർക്കും പുളിയുടെ അളവ് വളരെ മാറ്റങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പിക്കിളിൽ അധികം പുളി വേണ്ട എന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. പിന്നെ അല്പം ഉപ്പ് കുറവാണ്, ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളു പഞ്ചസാരയാണ്. അത് നമ്മുടെ പിക്കിളിന്റെ ടേസ്റ്റിനെ എൻഹാൻസ് ചെയ്യും. പക്ഷെ പഞ്ചസാര നിർബന്ധമില്ല, അത് തികച്ചും ഓപ്ഷനിലാണ്. താല്പര്യമില്ലാത്തവർ ഇടണ്ട കേട്ടോ, ഇടണ്ട കേട്ടോ. 1 നുള്ളാണ് പറയുന്നത്, 1 നുള്ളു മാത്രം. എന്നിട്ട് ഇനി തീ കൂട്ടി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് തിളക്കട്ടെ. ഇരുന്ന് ഇതിലേക്കൊക്കെ ക്യാബേജിലോട്ടൊക്കെ ഈ വിനീഗറും ഉപ്പും മുളക് പൊടിയും ഒക്കെ പിടിക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നാളെ നമുക്ക് ഉച്ചയ്ക്ക് ചോറിനെടുക്കാം. പക്ഷേ ഇരിക്കുന്നതോടാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കൂട്ടി കൊടുക്കണം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പാടുള്ളൂ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ പിക്കിള്. കാരണം ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒന്നും ഉണ്ടാക്കി വെക്കണ്ട. ഇപ്പോൾ കൊറിയക്കാരുടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു വിഭവങ്ങളിലൊന്നാണ്, അതായത് പിക്കിളുകളിലൊന്നാണ് ഈ ക്യാബേജ് പിക്കിൾ. അവരതിനെ കിംച്ചി എന്നാണ് പറയുക. പക്ഷെ പ്രിപ്പയർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേയിലാണ്. അതായത് സോർട്ടിങ് ഒന്നും, വഴറ്റിലൊന്നുമില്ല, ജസ്റ്റ് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് അടച്ച് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ കറക്റ്റ് ആവുന്നതാണ് ആ പിക്കിൾ. അപ്പോൾ ഞാനത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഒന്ന് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ നാടൻ പിക്കിൾ ട്രൈ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്, ഇനി ഓഫ് ചെയ്യുകയാണ്. ഫൈനലായിട്ട് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്നറിയാം, ജസ്റ്റ് ആ അച്ചാറിൻ്റെ പ്രോപ്പർ സ്മെല്ല് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ വേണം. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിർബന്ധമില്ല നല്ലെണ്ണയുടെ കാര്യം, പക്ഷെ എനിക്ക് നല്ലെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമുള്ള കാരണം ഞാൻ നല്ലെണ്ണ ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ അച്ചാറിന് മണം വരണം. നല്ലെണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ആ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം കുപ്പികളിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ വെള്ളമൊക്കെ വറ്റും, അതായത് ഈ ക്യാബേജ് വെള്ളമൊക്കെ വലിച്ചെടുക്കും. സെമി ഡ്രൈ ആയിട്ടുള്ളൊരു പിക്കിളായിട്ടാണിത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അധികം വെള്ളം ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫൈനലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നല്ല മണമാണ് കേട്ടോ. എന്താ എളുപ്പത്തിലുണ്ടായില്ലേ അച്ചാറ്.
കറക്റ്റാണ് കേട്ടോ എല്ലാം. അപ്പം വിനീഗറിൻ്റെ ഇപ്പം നമുക്ക് ചിലപ്പോൾ കൂടുതലായി തോന്നുകയാണെങ്കിൽ പക്ഷെ നാളെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് വിനീഗറിൻ്റെ ഒരു ഇത്. അപ്പം നാളെ രാവിലെ, അതായത് നാളെ നോക്കിയിട്ട് ഒരു ദിവസം ഇരുന്നതിന് ശേഷം നോക്കി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ആ എരിവും പുളിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ഞാൻ പറഞ്ഞ പോലെ തിളപ്പിച്ച് ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്തോളൂ. ഇപ്പം എനിക്കിപ്പോൾ ഈ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്. ആവശ്യത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണത്, തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ ഇത്രേ ഉള്ള പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പിന്നെ നാളെ പൊങ്കലാണ്. ഞാൻ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞാൻ സ്വീറ്റ് പൊങ്കൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നാളെ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കണ്ണു കാണാത്ത ആരെങ്കിലും ഒന്നും തിരിഞ്ഞി blind people walk around with iPhone 7 on their face. Right. I wish there's a camera as good as our eyes. That'll be like this one. നമസ്കാരം. Such a dead man. നമസ്കാരം. അവിടെ പോയാ സിനിമ